അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിയുടെ ബാക്കി ലീഡേഴ്സിനും ഒരു സംശയമില്ലായിരുന്നു. ഈ കാര്യത്തിൽ സമയമെടുത്തെന്ന് വരാം, ഇറ്റ് മേ ടേക്ക് ടൈം. പക്ഷേ വിധി ഇത് തന്നെ ആയിരിക്കുമെന്നുള്ളതിന് ഒരു സംശയം അവർക്കില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കേന്ദ്ര സർക്കാർ അവരുടെ അധീനമാണ് എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസും. അപ്പോൾ അവർക്ക് അധികാരമുള്ളപ്പം അവര് അധികാരം ദുരുപയോഗപ്പെടുത്തി, അത് മാത്രമാണ്. ആൻഡ് ഇലക്ഷൻസിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ ആൾക്കാരുടെ മനസ്സിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്തത്. അധികാരം നഷ്ടപ്പെട്ടത് ഡൽഹിയിലെ ആൾക്കാർക്കാണ്. ശരിക്കും നഷ്ടങ്ങളും മുഴുവൻ ഡൽഹിയിലെ ആൾക്കാർക്കാണ്. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും സിസ്റ്റമിക് റിഫോം, ഇവിടുത്തെ സിസ്റ്റത്തിനെ നല്ലതാക്കാൻ വേണ്ടി വന്ന വ്യക്തികളാണ്. അവർക്ക് എവിടെ ജോലി ചെയ്യാൻ, ശരിക്കും പോളിസി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഉപയോഗം അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ അവർ അത് ചെയ്തിരിക്കും. പക്ഷെ ഇത് മനസ്സിലാക്കാൻ മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലായില്ല. ശ്രീ നരേന്ദ്രമോദിക്കോ BJPയിലെ അംഗങ്ങൾക്കോ ഈ കാര്യം മനസ്സിലായില്ല. അരവിന്ദ് കെജ്രിവാൾ എപ്പോഴും പറഞ്ഞിരുന്നു, കോടതിയിൽ ട്രയൽ സ്റ്റേജ് വരെ കൊണ്ടുപോയി കേസിനെ, അപ്പോൾ അതിന്റെ മറുപടി കിട്ടും. അവർക്ക് ഓഫേഴ്സ് വന്നിരുന്നു BJP ജോയിൻ ചെയ്യാൻ. എന്തുകൊണ്ടാണ് BJPയുടെ വാഷിംഗ് മെഷീനിൽ അവര് കയറാഞ്ഞത്? എന്തുകൊണ്ടാണ്? സാമ്പത്തികമായിട്ടും പാർട്ടിയുടെ പൊസിഷനിലും വാഗ്ദാനങ്ങൾ ഒത്തിരി അവർക്ക് കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് അവർ നട്ടലോടെ നിന്നത്, നെഞ്ചുയർത്തി തന്നെ നിന്നത്? അവർക്ക് സംശയമില്ലായിരുന്നു ദാറ്റ് ഇത് കോടതിയിൽ കേസ് വന്നു കഴിയുമ്പോൾ, ഡോക്യുമെന്റ്സ് കോടതി എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കേസിന് ഒരു ബേസിസോ ഫൗണ്ടേഷനോ ഇല്ലെന്നുള്ളത് വ്യക്തമാകും. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ടൈം. സമയം മാത്രമാണ് എടുത്തത്. ഡൽഹിയിലെ ആൾക്കാർക്കാണ് അധികാരം നഷ്ടപ്പെട്ടത്. ബിക്കോസ് അരവിന്ദ് കെജ്രിവാൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്നപ്പോൾ അവരുടെ മേൽ ഈ വ്യക്തിയുടെ കണ്ണുണ്ട്. അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം തന്നെ പങ്കുചേരുന്ന ഒരു പോളിസി ഡിസൈനർ ആയിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്നത്. ഒരു റവന്യൂ മാനേജർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അറിവും സംസ്കാരവും കഴിവുമുള്ള ഒരു വ്യക്തിയായിരുന്നു അവരുടെ ഒപ്പം ഉണ്ടായിരുന്നത്. സോ നഷ്ടങ്ങൾ ഡൽഹിക്കാണ് സംഭവിച്ചത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP അവരുടെ തന്നെ കഴിവുകേട് തെളിയിക്കാൻ 5 കൊല്ലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ അവർ തെളിയിച്ചു കഴിഞ്ഞു അവർക്ക് ഗവേൺ ചെയ്യാൻ അറിയത്തില്ല. ആപ്പ് കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ്സിനെ അതിനൊപ്പം അവർക്ക് ഗവേൺ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് അവൾ ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അടുത്ത 4 കൊല്ലങ്ങൾ കൊണ്ട് അവർ കുറെ കൂടെ ഇത് തെളിയിക്കും.